ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബത്തിലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നേരത്തെ ധനമന്ത്രിയും രാഷ്ട്രപതിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് കൂടുതൽ വിഭാഗം ജനങ്ങളെ ചേർക്കുന്നതിനെ കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നിലവിൽ നൽകുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകത 1 രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം ആയി അങ്ങോട്ട് നൽകേണ്ടതില്ല എന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശുപത്രി കേസുകൾ വരുമ്പോഴാണ് കുടുംബങ്ങൾ സാമ്പത്തികമായി തകരുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സൗജന്യ ചികിത്സാ പദ്ധതി കുടുംബങ്ങൾക്ക് രക്ഷയാകുന്നത്. ആയുഷ്മാൻ ഭാരത് വഴി ലഭിക്കുന്ന ആനുകൂല്യത്തിന്റെ തുക ഉയർത്തുകയും കൂടുതൽ പേരിലേക്ക് കൂടി ഈ പദ്ധതി വിപുലീകരിക്കുകയും ചെയ്യുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്നും വർഷം 10 ലക്ഷം രൂപയാക്കി ഉയർത്തുവാൻ പോവുകയാണ്. പദ്ധതിയിൽ അംഗങ്ങളായ 12 കോടി കുടുംബങ്ങളിലെ 55 കോടിയോളം പേർക്കാണ് നിലവിൽ കുട്ടികളെന്നോ പ്രായമായവരെന്നോ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. ഇവർക്കെല്ലാം പരിരക്ഷ തുക 10 ലക്ഷമാക്കി ഉയർത്തുന്നത് വൻ നേട്ടമായി തീരും. ഇതോടൊപ്പം APL BPL വ്യത്യാസമില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുവാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. വരുമാന പരിധി നോക്കാതെ 70-ന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതി ഒരുക്കുന്നതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം 70 കഴിഞ്ഞവരെയും ഉൾപ്പെടുത്തുന്നതാണ് ആദ്യത്തേത്. വയോധികരെ മാത്രം ഉൾപ്പെടുത്തുന്നതാണ് രണ്ടാമത്തേത്. വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി വച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. 12,076 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക്. 70-ന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സ ലഭ്യമാക്കുമെന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയത്. BJPയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇടക്കാല ബജറ്റിൽ 7,200 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. ആശാ വർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തുക ഉയർത്തുന്നതും കൂടുതൽ പേരെ ചേർക്കുന്നതിനുമുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ജൂലൈ 23-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വാർത്തകൾ വരുന്നത്. വരും ദിവസങ്ങളിലെ ഇതിന്റെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.